നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിനായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ച സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്ന് കേരളത്തിലെത്തും. മധുസൂദൻ മിസ്ത്രി അധ്യക്ഷനായ സമിതി KPCC, DCC നേതൃത്വവുമായി ചർച്ച നടത്തും. ഇതിനിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മറിയ ഉമ്മൻ ഇന്ന് ഡൽഹിയിലെത്തി. ജില്ലകളിലെ സാധ്യതകൾ വിലയിരുത്തുന്നതിനാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ കൂടിക്കാഴ്ച. KPCC, DCC നേതൃത്വവുമായി സ്ക്രീനിംഗ് കമ്മിറ്റി പ്രത്യേകം ചർച്ച നടത്തും. ഈ മാസം പകുതിയോടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് നീക്കം. നേരത്തെ ഒരു തവണ സംസ്ഥാനത്തെത്തിയ സ്ക്രീനിംഗ് കമ്മിറ്റി കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മറിയ ഉമ്മൻ ഇന്ന് രാവിലെ ഡൽഹിയിലെത്തി. കോൺഗ്രസ് ദേശീയ നേതാക്കളുമായി മറിയ ഉമ്മൻ കൂടിക്കാഴ്ച നടത്തിയേക്കും. ക്രൈസ്തവ സഭാ നേതൃത്വവുമായും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മറിയ ഉമ്മൻ ഡൽഹിയിലെത്തിയത്. ഇതിനിടെ നിലമ്പൂരിൽ CPIM വീണ്ടും സ്വതന്ത്ര പരീക്ഷണത്തിന് ഒരുങ്ങുന്നുവെന്നും സൂചനകളുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം B. മുഹമ്മദ് റസാഖ്. സ്ഥാനാർത്ഥി കേരളത്തിൽ നിന്ന് എവിടുന്നും ആവാം. നിലമ്പൂരിൽ ഇതുവരെ മത്സരിച്ചവരൊന്നും മണ്ഡലത്തിലുള്ളവർ അല്ല ഭൂരിപക്ഷം ആളുകളും, പ്രത്യേകിച്ച് LDFന്റെ സ്ഥാനാർത്ഥികൾ. ഏതാണോ വിജയസാധ്യത, അതിപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥിയാണെങ്കിൽ അങ്ങനെ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ അങ്ങനെ, സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ സാധ്യതയും തള്ളിക്കളയണ്ട. പ്രൊഫസർ M. തോമസ് മാത്യു, KT അബ്ദുറഹ്മാൻ എന്നിവരുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.